കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ താമര വിരിയിക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾക്ക് കരുനീക്കം ആരംഭിച്ചോ? രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഇതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. മുൻകാലത്തെ പോലെ കോൺഗ്രസ് നേതാക്കളെ കൂറുമാറ്റി സ്വന്തമാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. നിലവിൽ ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനുള്ളത്. ഇതിൽ കർണാടകയിൽ കൂറുമാറ്റം പലവട്ടം പരീക്ഷിച്ചതുമാണ്. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അടുത്ത നീക്കം കർണാടകയിലേക്ക് ആയിരിക്കുമെന്നാണ് നിരീക്ഷകരുടെ നിഗമനം. മുമ്പ് കർണാടകയിലെ BJP സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ MLA-മാരെ രാജിവെപ്പിച്ചും പിന്നീട് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്ത ചരിത്രം BJPക്കുണ്ട്. കൂറുമാറ്റ നിയമം മറികടക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഇനിയും BJP പയറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുമാത്രമല്ല, പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വേഗത്തിലാകാനാണ് സാധ്യത. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ തുടർന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയും നിലവിൽ ED കേസിൽ പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം നടത്തിയേക്കും. പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള നീക്കത്തിൻ്റെ തുടക്കം കർണാടകയിൽ നിന്നും തുടങ്ങാനാണ് BJP ഇപ്പോൾ പദ്ധതിയിടുന്നത്. അതിനായുള്ള അവസരം കോൺഗ്രസ് തന്നെയാണ് BJPക്ക് നൽകിയിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേതൃതർക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചന്നാഗിരി MLA ബസവരാജു ശിവഗംഗയാണ് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ 5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ 1.5 വർഷമായി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഇനി ഭരണം മാറട്ടെയെന്നും DK ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെയെന്നുമാണ് ചന്നാഗിരി MLA ആവശ്യപ്പെടുന്നത്. കൂടുതൽ സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടുന്ന തരത്തിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നും ബസവരാജു ശിവഗംഗ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലെ മന്ത്രിമാർ ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. 7 മന്ത്രിമാരാണ് ഈ ആവശ്യവുമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നത്. ഒക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട DK ശിവകുമാറിന് മാത്രമല്ല, ലിംഗായത്ത് വിഭാഗത്തിൽ നിന്നും ഉപമുഖ്യമന്ത്രി വേണമെന്നും ആവശ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ചേർന്ന കർണാടക PCC യോഗത്തിൽ ഈ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട്. അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിടാനായിരുന്നു അന്നത്തെ യോഗ തീരുമാനം. ഇതിനിടെയാണ് ഒരു കോൺഗ്രസ് MLA തന്നെ ഇപ്പോൾ DK മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് DK ശിവകുമാറിൻ്റെ അറിവോടെയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത്. DKയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാനാണ് BJP ശ്രമിക്കുക. തെലങ്കാനയിലും സമാന സാഹചര്യം സൃഷ്ടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയത് BJP ആയതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അധികാരത്തിൽ വരുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ MLA-മാരെ വലവീശി പിടിക്കാൻ ഈ കണക്കുകൾ തന്നെയാണ് BJP പ്രധാന ആയുധമായി പരീക്ഷിക്കുന്നത്. ഈ നീക്കം ഫലം കണ്ടാൽ ദക്ഷിണേന്ത്യയും കോൺഗ്രസ് മുക്തമാക്കാനാണ് സാധ്യത.